അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് നമ്മൾ അന്ന് യഥാർത്ഥത്തിൽ അന്ന് 18 വയസ്സിൽ കണ്ടതിനേക്കാളും ഗംഭീരമായിട്ടുണ്ട്. 34 വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല. ഞാൻ എൻ്റെ 10ാം വയസ്സിൽ കണ്ടതാണ്. ഇപ്പൊ ഞാൻ പറയാൻ വാക്കുകൾ കിട്ടണില്ല, അത്രക്ക് ഫീലിംഗ് ആയിപ്പോയി അതിൻ്റെ ഓരോ സീനും ഇപ്പൊ കണ്ടപ്പോൾ. നല്ല അടിപൊളിയായിട്ട് അവർ സ്ക്രീൻ പേസ് എടുത്തിട്ടുണ്ട്. ഇവർ എടുത്തവർക്ക് ഭയങ്കര എന്താ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂലേ ഇപ്പോഴത്തെ ഫീലിങ്. അതായത് അതിൽ ഓരോ മൂമെൻറ്റ്സും ഓരോ എന്താ അതിന് പറയാൻ പറ്റിയ വാക്കുകൾ. മലയാള സിനിമയിൽ ഇനി ഇങ്ങനത്തെയൊക്കെ പടങ്ങൾ വരുമോ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 34 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ഈ സിനിമ, അതായത് ഇതിൻ്റെ തിരക്കഥ എന്ന് പറഞ്ഞാൽ എ കെ ലോഹിദാസ്. വളരെ ശക്തമായ തിരക്കഥ, ഒരു സാധാരണക്കാരുടെ കഥ പറഞ്ഞത്. അന്നത്തെ ക്വാളിറ്റിയിൽ ഇന്നത്തെ ഇതല്ലേ 34 വർഷങ്ങൾക്ക് മുമ്പ് ഭരതേട്ടൻ്റെ ഇതിൽ ലോഹിദാസ് എന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയുടെ ശക്തമായ കഥാപാത്രം, ഓരോ ചലനങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഓരോ നടപ്പും സംഭാഷണവും ഓരോ രീതിയും, കോസ്റ്റ്യൂം, ക്യാമറ, മധുവമ്പാട്ടിൻ്റെ ഒക്കെ ക്യാമറ അന്നത്തെ സമയത്തുള്ള ഇത് 4K ഇറക്കിയത് ഈ കാലഘട്ടത്തിലെ പിള്ളേർ കാണേണ്ട ഒരു സിനിമയാണ്. കുടുംബ ബന്ധങ്ങൾ പറയുന്ന ഒരു സിനിമ, അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു ഇതും, പിന്നെ അച്ഛനും മകനുമായിട്ടുള്ള അശോകനും, പിന്നെ ഒരുപാട് പേര് നമ്മുടെ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും.